ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. റാൻഡം ഡേ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശുണ്ടാപ്പി പോയി നിൽക്കണ്ട് മീന് വേണ്ടിയിട്ട്. എൻ്റെ 54,000 രൂപ നിലത്ത് പോകും തോന്നുന്നു. സത്യം പറഞ്ഞ ഇതിനൊന്നും താല്പര്യമില്ല. ഒരു സാധനം ഫോണിൽ കാണിച്ചു കൊടുത്താൽ പിന്നെ മെന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഫോണില് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ എല്ലാം ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹം കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ. വെക്കാനും ഇതൊന്നും പിടിച്ചു തരാനും ഒരു മനുഷ്യൻ പോലും ഇവിടെ ഇല്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പേടിയിട്ടുള്ളൂ, അതാണ് ഈ പേക്കോല പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഇന്നൊരു റാൻഡം ഡേ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇപ്പൊ ജസ്റ്റ് എണീറ്റുള്ളൂ. ഇനി പല്ലയിക്കണം, മുറ്റടിക്കണം എന്ന് പറഞ്ഞ ഒരാളവിടെ ബഹളം ഉണ്ടാക്കണ്ട. അപ്പൊ അവിടെ പോയി മുറ്റടിക്കണം. പല്ല് പോലും തെച്ചിട്ടില്ല, മുഖം പോലും കഴുകിയിട്ടില്ല, അഴുക്കൊക്കെ അതേപോലെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്കിനി മുറ്റം അടിക്കണം. എനിക്ക് കൈമാറിയിട്ടുണ്ട്, ഇനി മുറ്റടിക്കണം. പകുതി ഓൾറെഡി അമ്മ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേരം ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. പുള്ളിക്കാരി എന്നെ വിളിച്ചപ്പോഴേക്കിട്ട് ഞാൻ എണീറ്റ് ചെന്നില്ലായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി പകുതി അടിച്ചു. പാവം. നമ്മുടെ സ്ഥലം, നമ്മുടെ സ്ഥിരം മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ട്. നമ്മുടെ ശുണ്ടാപ്പി അവിടെ പോയി നിൽക്കണ്ട് മീന് വേണ്ടിയിട്ട്. ഇവിടുത്തെ ഏകദേശം കഴിഞ്ഞ്. എനിക്കിവിടെ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. മമ്മി പകുതി അടിച്ച കാരണം ബാക്കി അടിച്ചങ്ങ് കളഞ്ഞാൽ മതിയായിരുന്നു. നമുക്ക് പുറകുവശത്തെ മുറ്റം അടിക്കാനുണ്ട് ഗൈസ്. പുറകുവശത്തെ മുറ്റം അടിക്കണം. മമ്മി എണീറ്റ് ഓടുക, ഭാവീനെ വീഡിയോ എടുക്കുമെന്ന് ഓർത്തിട്ട്. നമുക്കിവിടെ ചെറിയൊരു ചൂല് കാണിച്ചതല്ല, ഇവിടെയും ചെറിയൊരു സ്പേസ് ഉണ്ട്, കാണിച്ചു തരാം. നമുക്ക് അടിക്കണം. അതും മമ്മി ഓൾറെഡി അടിച്ചു. ഗൈസ്, ഈ നിൽക്കുന്ന റംബൂട്ടാനാട്ടോ. കാണാവോന്ന് എനിക്കറിയത്തില്ല. ഇതൊന്ന് ഉണ്ടായി വരുന്നേക്കിടെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇറക്കാം. ഫോൺ കയ്യിൽ പിടിക്കാനേ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ ഈ ആൾക്കാരെങ്ങനെ ഫോൺ കൈ പിടിച്ചിട്ട് ഇത് വീഡിയോ റെക്കോർഡ് ചെയ്ത് പറയണെന്ന്. കൈ എപ്പോഴും സ്ലിപ്പാവുന്നു ഗൈസ്, പിടിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പുറകുവശത്ത് മുറ്റം അടിക്കാനുണ്ട്. മുറ്റെന്നാണ് മുറ്റെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പണ്ട് മുറ്റം എന്ന് പറഞ്ഞിരുന്നു, ഇപ്പം ഞാൻ മുറ്റമാക്കി. ഇപ്പം നമുക്ക് പുറകുവശത്ത് മുറ്റം അടിക്കും. എനിക്ക് സത്യം പറഞ്ഞ ഇതിനൊന്നും താല്പര്യമില്ല. പിന്നെ ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. അയ്യോ എൻ്റെ പൊന്നോ, ഇതാണ് വേറൊരു ഇവിടെയും കൂടെ നമുക്ക് അടിച്ചു വാരണം. ഉറക്കപ്പേറ്റിലാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വർത്താനം പറയുന്നത്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ഇവിടെ കാണിച്ചു തരാം. എന്നാ അറിയില്ല ഗൈസ്, 2-3 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര കൂനനുറുമ്പാ. കണ്ടോ, കാണുന്നുണ്ടോ? അടുത്ത മുറ്റം അടിക്കണം. ഇത് നമ്മുടെ പുറകുവശം കേട്ടോ. പുറകുവശത്ത് നമുക്ക് അടിക്കണം. ഇവിടെയും കുറച്ച് ഇലകളൊക്കെ കിടപ്പുണ്ട്. ബിക്കോസ് ഇവിടെ മാവുണ്ട് ഗൈസ്, മാവ്. അപ്പം അതിൻ്റെ ഇലയാണ് ഫുള്ള് ഇങ്ങോട്ടേക്ക് വീഴുന്നത്. ഈ മഴ പെയ്തേക്കണ ഇതൊക്കെ ഈ ഒട്ടിക്കിടക്കുക, ഒട്ടിപ്പോയി വെള്ളത്തിൽ. ഇതാണ് ഈ തൂത്താലും പോകത്തില്ല, എടുത്തു കളഞ്ഞാലേ പോകത്തുള്ളൂ. അപ്പം ഞാൻ അടിച്ചിട്ട് വരാം. എനിക്ക് ഈ ഫോണൊന്നും പിടിച്ചു തരാൻ ആളില്ലാത്ത കാരണം എങ്ങനെ നിങ്ങളിതൊക്കെ കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം പുറകുവശത്ത് മുറ്റം ഞാൻ അടിച്ചിട്ടുണ്ട്. ജലദോഷം പിടിച്ച്. അയ്യോ, ഞാൻ അച്ഛൻ്റെ കൃഷിത്തോട്ടം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ എങ്ങാനും വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്നെ തല്ലിക്കൊല്ലും. ഇതാണ് മാങ്ങ. അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ പണ്ടാരത്തിന്റെ ഇലയാണ് ഇവിടെ മൊത്തം വീഴുന്നത്. പഴുത്തുട്ട ഗൈസ്, ഇപ്പൊ കൊറേ എന്നും മിക്കപ്പോഴും പഴുത്ത് ചാടും മാമ്പഴം. ആ ഒരു സീസൺ ആയതുകൊണ്ട് ഇപ്പൊ കൊറേ മാമ്പഴമാണ്, ഫുള്ള് മൂത്തു, ഫുള്ള് പഴുത്ത് ഇങ്ങനെ ചാടും. ഞാൻ കൃഷിത്തോട്ടം കാണിച്ചു തരാം. സീസ് അവർ എന്താ പറയാ, പച്ചക്കറിത്തോട്ടം. തക്കാളി ഉണ്ട്, പയറുണ്ട്, കപ്പയുണ്ട്. പിന്നെ ആ നിൽക്കുന്ന സാധനം ക്യാബേജ് ആണോ കോളിഫ്ലവർ ആണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചെരുപ്പ് ഇട്ടിട്ടില്ല, അതാണ് വേറൊരു പ്രശ്നം. ചീരയോ, ആള് ചീരയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. തക്കാളി ഒന്നും ആയില്ല കേട്ടോ, നമ്മൾ പുതിയത് നട്ടേക്കണേ ഉള്ളൂ. അത് മുളക്, ചീരയാന്ന് തോന്നുന്നു കൂടുതലല്ലേ. ഇല്ല, പയറുണ്ട്. പയറൊക്കെ ഉണ്ടായി വന്നേ ഉള്ളൂ. ആള് ഭയങ്കര കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് കൊണ്ടു നടക്കുന്ന കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം. മാറുക. ഇവിടെയൊക്കെ വെള്ളം ഒഴിച്ചു, ഞാൻ പറഞ്ഞു കൊടുക്കും.
അച്ഛൻ തുടച്ചോളുവോ? ആ എന്നാ അച്ഛൻ തുടച്ചോളണം, എന്നെ വിളിക്കരുത്. അതിൽ ചാടിക്കറി അമ്മയോട് പറഞ്ഞാ ഞാൻ പറയും വെറുതെ കലകം ഉണ്ടാക്കാനായിട്ട് തോന്നുന്നു പറയുന്നത് അതൊക്കെ. കലഹമൊന്നും ഉണ്ടാക്കണല്ലേ, എനിക്കൊരു സുഖം കിട്ടും. സൈക്കോ ഡോക്ടർ. ഈ കൈ വെച്ച് പല്ല് തേക്കാൻ പറ്റുന്നില്ല, ഫോൺ ഈ കൈ പിടിക്കണ കാരണം. ഇതൊന്നും വെക്കാനും ഇതൊന്നും പിടിച്ചു തരാനും ഒരു മനുഷ്യൻ പോലും ഇവിടെ ഇല്ല. പിന്നെ എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫും എല്ലാം എടുത്ത് കാണിച്ചു തരും? ഒറ്റയ്ക്കാടാ. ആ ആ ആ. അമ്മയുടെ റൂമിന്റെ ജനലിന്റെ പുറകിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അമ്മ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഫോൺ തെറിച്ച് നടത്തേക്ക് വരും. അതുകൊണ്ട് പെട്ടെന്ന് പല്ല് വെച്ചിട്ട് പോണം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ മാമ്പഴമൊക്കെ വീഴും. അയ്യോ. ഇഷ്ടംമാതിരി നോക്കിക്കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറേ കാണും കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങണം. അപ്പൊ ഈ സാധനം എവിടെയെങ്കിലൊക്കെ ചാടിക്കിടക്കണ്ടോ മാമ്പഴം. ഒരാൾ എണീറ്റ് ഫുള്ള് പറക്കി കേട്ടോ. ഫുള്ള് മാമ്പഴോ. ഇവിടെ രാവിലെ കപ്പയാണ്. എന്തുകൊണ്ടാ കപ്പ ഉണ്ടാക്കാൻ തീരുമാനിച്ചേ? ആ ഇന്നലെ മഴ പെയ്തെന്നോണം. ഇന്നലെ മിനിഞ്ഞാന്ന് മഴ പെയ്തപ്പോ നമ്മുടെ കപ്പകളെല്ലാം കാറ്റ് കൊണ്ട് ഒടിഞ്ഞു വീണു. അപ്പൊ അതും കൊണ്ട് നമ്മള് കപ്പ അവിടെ നിന്ന് എടുത്ത് പറിച്ച് ഇന്ന് കപ്പ ഉണ്ടാക്കി. ഇന്നലെ നമുക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും കൂടി ഇന്നലെ നമുക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയാണ് ഈ ലിപ്സ്റ്റിക് ഒക്കെ കാണുന്നത്. ഇന്നലെ ഞാൻ മേക്കപ്പ് ഒന്നും റിമൂവ് ചെയ്തില്ല. അതേപോലെ തന്നെ ഞാൻ കിടന്നുറങ്ങി. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാനായിട്ട്. ഞാൻ അതൊന്നും ചെയ്തില്ല. അതേപോലെ തന്നെ കിടന്നുറങ്ങി. അതാണ് ഈ ലിപ്സ്റ്റിക്കും ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ രാവിലെ ചെയ്തതല്ല. ഓക്കെ ഓക്കെ. വാ. ആ നാണം കെടുത്താണ്ട് വാ വേഗം. കുണുങ്ങി 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 വാ. വാടി വാ. കമോൺ കമോൺ സരസു. മെനേട്ട പൂച്ച മനുഷ്യ നാണം കിടന്നു. വരുന്നുണ്ടോ? ഞാൻ എണീറ്റ് പോവും, എനിക്ക് വേറെ പണിയുണ്ട്. ആ പല്ലേച്ചു. കമോൺ സരസു. കുഞ്ഞിപ്പണിന്റെ വയറൊക്കെ നോക്കട്ടെ ഞാൻ. കേറിക്കോ, യു ആർ ഓൾവേസ് വെൽക്കം. ശുണ്ടാപ്പി സുഖല്ലേ ശുണ്ടാപ്പി? ചായ ആവാത്തോണ്ട് ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അയ്യോ, ഞാൻ വരച്ച് തരാം. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പൊക്കോ പൊക്കോ. കടിക്കുമെന്തോ പേടിയാവുന്നു. പോയി പോയി പോയി. ഫസ്റ്റ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇവിടെ ഒരാൾ എന്നെ ഒരസിക്കൊണ്ടിരിക്കുക. കാണിച്ചു തരാം. സോറി, മൂലം തന്നെ കണിയായി പോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചോക്കോസ് ആൻഡ് കപ്പ. കപ്പയ്ക്ക് ഞാൻ കറിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ആരാണെങ്കിലും ഈ ആര് വരുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഇത്രയും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം ഇതേ കൈ ഉണങ്ങി പിടിച്ച് ഞാൻ മേഴ്സല് സിനിമ കണ്ടോണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. കൈ ഉണങ്ങി പിടിച്ച് നമുക്ക് അത്യാവശ്യം കുറച്ച് പാത്രം കഴുകാനുണ്ട്. അപ്പൊ പാത്രമൊക്കെ കഴുകിയിട്ട് കണ്ടാ മതിയോ? അത് പാത്രം കഴുകുന്ന കാണുന്നോ? അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ഇനിയിപ്പോ ഞാൻ മേഴ്സല് പടം കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. അയ്യോ, പോയേനെ. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു കഴിച്ചു. ഇനിയിപ്പോ ഞാൻ മേഴ്സല് പടം കണ്ടോണ്ടിരിക്കുവായിരുന്നു, നമ്മുടെ തളപതിയുടെ. അപ്പോ ഇനിയിപ്പോ അത് കാണാൻ പോവാണ്. സോ ഈ ഫോണിൽ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അത് കാണുന്നതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോ എടുക്കുന്ന ഫോണിൽ തന്നെയാണ്.
കാണുന്നത്. സോ ഞാൻ പടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വരാം. അപ്പൊ നെക്സ്റ്റ് മൂവി ടൈം ആണ്. ഞാൻ പടമൊക്കെ വാച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്. ഞാൻ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇവിടെ വന്നിങ്ങനെ കുത്തിയിരിക്കുകയാണ്. മമ്മി എന്തെടുക്കുവാണ്? ആ മമ്മി ചക്കക്കുരു വന്നു. ചക്കക്കുരു മാങ്ങയും ചെമ്മീനാണോ? യെസ്. ഉച്ചത്തേക്ക് ചക്കക്കുരു മാങ്ങയും ചെമ്മീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടാ. അയ്യോ എനിക്ക് ഉറക്കം വരുന്നു. കളയില്ല എല്ലാം എടുക്കും ഞാൻ. ഒന്നുകൂടെ എടുക്കും. ഒരു സാധനം ഫോണിൽ കാണിച്ചു കൊടുത്താൽ പിന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. നിങ്ങളുടെ വീട്ടിലെ അമ്മമാർ അങ്ങനെയാണോ? ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോൺ തിരിച്ചു കിട്ടൂല. ഒരു ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ കാണാണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഫോണിലുള്ള എല്ലാ ഫോട്ടോയും കണ്ട് 24 മണിക്കൂർ സിനിമ കാണലും പരിപാടിയാണ് എന്റെ കുഞ്ഞു. എപ്പോഴും സിനിമ കാണും. ഞാൻ എപ്പോഴും എവിടെയാ മമ്മി സിനിമ കാണുന്നത്? അമ്മ അമ്മ എനിക്കും പറയാനുണ്ട്. മിണ്ടാതിരി, ഷട്ടപ്പ്. ഞാൻ പറയട്ടെ. അമ്മ ഏത് നേരം സീരിയൽ കാണുന്നതാ. സി കേരളത്തിലും ഏഷ്യാനെറ്റിലും ഞാൻ പറയാം. സി കേരളം ഏഷ്യാനെറ്റിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സൂര്യ ടി വി പിന്നെ ഏതാ അമൃത ടിവിയോ എല്ലാത്തിലും സീരിയൽ കാണും. രാത്രി 6 മണി എന്നൊരു സമയം ഈ കുത്തി അങ്ങിരിക്കും. പിന്നെ 12 മണി വരെ സീരിയൽ കാണാണ്. ബാക്കിയുള്ളവർക്ക് ടി വി കാണാൻ സമ്മതിക്കില്ല, ഒന്നും തരത്തില്ല. സീരിയൽ കണ്ടോണ്ടിരിക്കാം. ഫോണില് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ എല്ലാം ഉണ്ട് ഗൈസ്, എല്ലാം ഉണ്ട്. എന്നിട്ട് ടിവിയും വെറുതെ വിടുവൊന്നുമില്ല. എല്ലാ പണിയും കഴിഞ്ഞ ശേഷമാണ് ഞാൻ അപ്പൊ എന്നെ കൊണ്ട് എടുപ്പിക്കുന്നതാ. ഇതെല്ലാം ഞാൻ എടുത്തിടും നോക്കും. ഇതെല്ലാം ഞാൻ യൂട്യൂബിൽ എടുത്തിടും. എല്ലാരും കാണട്ടെ എന്റെ രോദന. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹം കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളു അല്ലേ മമ്മി? എന്റെ കുഞ്ഞോളെ എങ്ങനെയാ എന്നെ കുറെ ചീത്തയൊക്കെ പറയൂട്ടോ. പറയലെല്ലാം കഴിഞ്ഞ് ഇത്തിരി അറിയുമ്പോ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മാര് അമ്മ സോറി അമ്മ എന്ന് പറയും. അപ്പൊ നമുക്ക് സങ്കടമൊക്കെ പോകും. അതാണ് ഞങ്ങളിങ്ങനെ തല്ലൊക്കെ കൂടും ഗൈസ്. ഞങ്ങൾ ഭയങ്കര അടിയാണ്. മുഖത്തെ കണ്ടു കഴിഞ്ഞാൽ അടിയാണ്. ബട്ട് ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്. എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് ഉടക്കും ഞങ്ങള്. പക്ഷെ അപ്പൊ തന്നെ വന്ന് സോറി പറഞ്ഞ് നമ്മൾ സെറ്റാവും. ഓക്കെ മതി. കൂടുതൽ സ്ക്രീൻ സ്പേസ് ഒന്നും എടുക്കണ്ട. ഇനി ഫാൻസ് എങ്ങാനും ആയിക്കഴിഞ്ഞാൽ എന്റെ ഇതൊക്കെ പോവും. മതി കേട്ടോ. വേറെ നല്ല ഉറക്കമായിരുന്നു. നല്ലപോലെ ഉറങ്ങിപ്പോയി. വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കിടന്നതാണ്. ബട്ട് ഉറങ്ങിപ്പോയി. ഇതുവരെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. 3 മണിയായി. ഇതുവരെ ലഞ്ച് കഴിച്ചില്ല. ഇനിയിപ്പോ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വല്ലതും കഴിക്കണം. നല്ല ഉറക്കായിരുന്നു ഗൈസ്. എന്റെ ഉറക്കം മതിയാന്ന് വെച്ചാൽ ഉറക്കം മതിയായില്ല. ഇനിയും കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോകും. പക്ഷെ ഭക്ഷണം കഴിക്കാണ്ട് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മി എന്നെ തല്ലിക്കൊല്ലും. സോ നമുക്ക് ഫുഡ് കഴിക്കാം. ആക്ച്വലി ഞാൻ കഴിച്ചിട്ട് വന്നിട്ട് കാണാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. സോ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ. അപ്പൊ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ചക്കക്കുരു മാങ്ങയും ചെമ്മീനും മാത്രം ഉള്ളായിരുന്നു എന്ന്. ബട്ട് അല്ല, മമ്മി മീമി വറുത്തിട്ടുണ്ടായിരുന്നു. ചാള വറുത്ത ഉണ്ടായിരുന്നു ഗൈസ്. അത് കൂട്ടിയൊരു പിടുത്തങ്ങ് പിടിച്ചു. ഇനിയിപ്പോ ഒന്ന് കുളിക്കണം. ഫുഡ് കഴിച്ചിട്ട് അപ്പൊ തന്നെ കുളിക്കാൻ പാടില്ലാത്തോണ്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കാന്ന് വിചാരിച്ചു. ഇവിടെ കുറെ കുടുംബശ്രീ ചേച്ചിമാര് പണിയെടുക്കുന്നുണ്ട്. ഞാനത് നോക്കിയിരിക്കുവായിരുന്നു. അപ്പൊ ഇന്നത്തെ പരിപാടി കുറച്ചു നേരം ഫോണൊക്കെ തോണ്ടിയിരിക്കുക. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും പോയി കുളിക്കുക, ചായ കുടിക്കുക. ഞാൻ വിചാരിച്ചു പിമ്പിളായിരിക്കും. അപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു റാൻഡം ഡേ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കും, ഇച്ചിരി കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.